ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ദൈവദശകത്തിലെ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഈ പരമ്പൊരുളല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ മായ എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന ആ ഒരു വിശേഷമാണ്. ഈ ലോകം നമ്മുടെ കൺമുമ്പിൽ കാണുന്നതൊക്കെ മായയാണ് എന്ന് ഗുരു പറയുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല. അപ്പോൾ സത്യമല്ലാത്തതിനെയാണ് മായ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഇവിടെ ഒന്നും ഇല്ല എന്നല്ല. അപ്പം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ സ്പർശിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. പക്ഷേ ഈ രൂപത്തിലല്ല ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളതാണ് മായ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിഥ്യ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്, ജഡമായിട്ടുള്ള ഒന്നും ഇവിടെ ഇല്ല. എപ്പോഴും അത് ഒരു എനർജിയുടെ തലമാണ്. അപ്പോൾ ജഡമായിട്ട് ഇവിടെ കാണുമ്പോഴും ചലനമില്ലാതെ ഇരിക്കുന്ന ഒന്നാണ് ജഡം. അത് അങ്ങനെ ഇരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നല്ല എനർജി, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മായ എന്ന് നമ്മൾ പറയുമ്പോൾ, കാണുമ്പോൾ, തിരിച്ചറിയുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിലിരിക്കുന്ന ഒന്ന് ആ രൂപമല്ല അതിൻ്റെ സത്യമായിട്ടുള്ള രൂപം എന്ന് തിരിച്ചറിയുകയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്ന ജോലിയാണ് മായാവി. അത് അവിദ്യയാണ്. അപ്പോൾ ഈ മായ ഇങ്ങനെ ഉണ്ടാക്കി അതിൽ വിനോദിക്കുന്നത്, വിനോദം കണ്ടെത്തുന്നത്, മായാവിനോദൻ, അതും നീ തന്നെയാണ്. അപ്പോൾ ഈ മായയിൽ വിനോദിക്കുക എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുക. പലപ്പോഴും അറിയാതെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വർത്തമാനകാലത്തിൽ നമ്മൾ ആരും തന്നെ ജീവിക്കുന്നില്ല. പ്രസൻറ്റ് ടെൻസ്. നമുക്ക് 3 കാലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്: വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രസൻറ്റ് ടെൻസിൽ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് എന്ന്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തിലായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തിലായിരിക്കും. ഈ 2 കാലങ്ങളും നിൽക്കുന്നത് ഈ വർത്തമാന കാലത്തിലാണ് താനും. അതുകൊണ്ട് നമുക്ക് ചില മായ ഭ്രമം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അഥവാ ചിന്തിച്ചാൽ ഭയം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വേറെ എന്തിലേക്കും പോയിക്കളയും. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അറിയാം, അവരവരെ ശ്രദ്ധിച്ചാൽ അറിയാം, 1 മണിക്കൂർ പോലും നമുക്കൊന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മൊബൈലുകൾ, നമ്മുടെ കയ്യിലെല്ലാം എത്രയോ മൊബൈലുകളാണ്. ഈ വെറുതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട്, മനസ്സിനെ നിരീക്ഷിക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട്, ധൈര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ മൊബൈലിൽ ഓരോന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മനസ്സിന് ഒരു എൻഗേജ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ മായയാണ്. ഇങ്ങനെ കളിപ്പിക്കുന്നതും ആരാണോ കളിപ്പിക്കുന്നത് അത് മായാവിയാണ്. എത്ര വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ ഇതിനകത്തൊക്കെ കാണുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളെ കാണുവാനോ അതിനെ അതിജീവിക്കുവാനോ നമുക്ക് പറ്റുന്നില്ല. അത്രമാത്രം
സങ്കീർണതകളിൽപ്പെട്ട് കിടക്കുകയാണ്. ഗുരു പറയുന്നു, നീ തന്നെയാണ് സായുജ്യം നൽകുന്ന ആളും. അതായത് ഈ മായയിൽ നിന്ന് കരകയറ്റി വിടുന്നതും ഈ ചൈതന്യം തന്നെയാണ്, നീ തന്നെയാണ്. അപ്പോൾ എത്ര മനോഹരമായി, എത്ര ലളിതമായി ആണ് ഗുരു ഒരു അറിവിനെ 4 വരികളിൽ, കൊച്ചു കൊച്ചു പദങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വാക്കുകൾ എന്തിനെയാണോ അർത്ഥമാക്കുന്നത്, ആ അർത്ഥതലത്തിലേക്ക് നമ്മളെ ഗുരു കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക്, ഈ വാക്ക് സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സോ ബുദ്ധിയോ ഇറങ്ങിച്ചെല്ലുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നമ്മൾക്ക് ദുഃഖം മാത്രം അവശേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അപാരമായിട്ടുള്ള ഒരു മനഃശക്തി നമ്മൾ നേടിയെടുക്കണം. മനഃശക്തി നേടിയെടുക്കുന്നതിനോ കൃത്യമായിട്ടുള്ള ജപവും ധ്യാനവും, അതേപോലെ തന്നെ ഈ സത്യത്തെ, നിന്നെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഞാൻ എന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇത്രയും ലളിതമായിട്ട് മഹർഷിമാർ പറഞ്ഞ ഈ ശാസ്ത്രത്തിലും ആ രീതിയിലുള്ള ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തുമൊക്കെ നമ്മൾ ഈ വാക്കുകളെടുത്ത് പ്രയോഗിക്കാറുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗിക്കാൻ നമുക്ക് പറ്റുന്നുമില്ല. ഇങ്ങനെ ഭൗതികമായും ആത്മീയമായും നമ്മൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മായ കൊണ്ടാണ്. നമുക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ ഗുരുവിൻ്റെ വാണികളിൽ ശ്രദ്ധയുള്ളവരായി മാറണം. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.